നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്രോൺസ് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ജാറിലോട്ട് ഒരു 10-20 ചെറിയ ഉള്ളി ചേർക്കാം, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു 10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ പൾസ് മൂഡിലിട്ട് വേണം അടിച്ചെടുക്കാം. ഇനി അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീർ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടി എന്നിവ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. പ്രോൺസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 8 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇതുപോലെ ഒരു 8 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഈ പ്രോൺസ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാക്കി വന്ന മസാല നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പ്രോൺസ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല നാടൻ സ്റ്റൈലിലുള്ള പ്രോൺസ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോംബോ ആണ്. ഞാനിപ്പോൾ ഇവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാനെടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു. യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ട് പരീക്ഷിച്ച് നോക്കുന്ന റെസിപ്പീസാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്